ജോൺ മുണ്ടൊക്കെ ഇപ്പോൾ ഒരു ഫോൺ മതി, വലിയ ചിലവൊന്നുമില്ല. ഒരു ഫോൺ മതി, വീഡിയോ എടുത്തിടുക, അതിൻ്റെ റീച്ച് അനുസരിച്ച് പണം ഉണ്ടാക്കുക. പണമുണ്ട്. ഇപ്പം ഫേസ്ബുക്കൊക്കെ മോണിറ്റൈസേഷൻ ആയപ്പോഴേക്ക് അത്യാവശ്യം പണം കിട്ടും. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ പ്രധാനപ്പെട്ട 1-2 ഈ പറഞ്ഞ ഒറ്റ ഫോൺ യൂട്യൂബർമാരുടെ ആസ്തിയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ആസ്തിയാണ്. അവരുടെ കാറൊക്കെ ആഡംബര കാറിലൊക്കെ നടക്കുന്നു, വൻ പൈസയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഫോണുമായി നടക്കുന്നവരെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം അല്ലാതെ ഒരു ഓൺലൈൻ മാധ്യമം കുറച്ച് ജീവനക്കാരെയൊക്കെ വെച്ച് തുടങ്ങണം. ഇപ്പോൾ 140 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ID കാർഡ് അടിച്ചുവിടാം. അവർക്ക് ഇനി വേണേൽ അവരുടെ കണക്കെടുപ്പ് നടത്താം, അവരുടെ ഓഡിറ്റ് നടത്താം, അവർക്ക് ലൈസൻസിങ് ഏർപ്പെടുത്താം എന്നതിനൊക്കെ അപ്പുറം ഒറ്റ ഫോണുമായി ഇറങ്ങുന്ന ഈ ഒറ്റപ്പെട്ട തെരുവുനായെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കറിയില്ല. ഒറ്റപ്പെട്ട ആൾക്കാരെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ശ്രീത് പണിക്കർ പറയുന്നത് പോലെ പോലീസോ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം അവിടെ പ്രാക്ടിക്കലാണോ എന്നറിയില്ല. കൃത്യമായ പോലീസിങ് എൻഫോഴ്സ്മെന്റ് കുറച്ച് കടുത്ത നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുക, അതല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ ശ്രീ ജോൺ മുണ്ടൊക്കെ? അല്ല, അതെ, ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, ഈ മരണാനന്തര ചടങ്ങെന്ന് പറയുന്നത് തീർത്തും സ്വകാര്യമായ ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലൊന്നും അവിടുത്തെ പബ്ലിക് വ്യൂവിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബന്ധുക്കളെ അല്ലാതെ ആരും ഈ റിച്വൽസ് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകില്ല. നമ്മുടെ നാട്ടിൽ വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ ഡെമോക്രാറ്റിക്കാണ്. നമ്മുടെ ആളുകൾക്ക് ആ റിച്വൽസും എല്ലാം എല്ലാവരും കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളത് ചാനലുകളിൽ വരുന്നു. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷെ നിയന്ത്രണം ഉണ്ടായേ പറ്റൂ. അത് ആർക്കും, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു മൊബൈൽ ഫോണും കയ്യിലുള്ളവനെല്ലാം എന്തും ആകാമെന്നുള്ളത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അതിന് നിയന്ത്രണം കൊണ്ടുവരണം. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഇതിനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ. മരണ വീടുകളിലേക്ക് വരുന്നവർക്ക് അത് അവിടുത്തെ ആ ഒരു സെറീൻ അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ, നമുക്കറിയാമല്ലോ, നമുക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ വന്നിരുന്ന ആളുകളെ ബോറടിപ്പിക്കുന്ന, അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പകർത്തുന്നവരെ കണ്ടാൽ പോലീസിനെ ഉപയോഗിച്ചിട്ട് അവരെ വിളിച്ച് മാറ്റി മാറ്റണം. മൊബൈൽ കൊണ്ടുവരുന്ന ആരും നമുക്ക് തടയാൻ പറ്റത്തില്ല. കാരണം ആളുകൾ പല വഴിക്ക് പോകുന്ന വഴിക്കായിരിക്കും അവിടെ വരുന്നത്. നിങ്ങളുടെ മൊബൈലെല്ലാം ഊരി വെച്ചിട്ട് പോകും, അല്ലെ ഈ കൊട്ടയ്ക്കകത്തിട്ട് പോകുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ആരും അവിടെ വന്നിട്ട് മൊബൈൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം ചാനലുകളിലൂടെ ആളുകൾ കാണുന്നുണ്ട്. അതുകൂടാതെ ഈ കുടുംബാംഗങ്ങൾ തന്നെ അവരുടെ ആളുകൾ ഇത് വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ മനുഷ്യർ വന്ന് ഓരോരുത്തരും വന്ന് അവരുടെ മൊബൈൽ ചിത്രം എടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ലക്ഷ്യം. സലീം കുമാറിന്റെ മരണത്തിൽ വന്ന എത്ര പേർ റീലൊക്കെ നോക്കൂ, എത്ര പേർ അവിടെ സലീം കുമാറിന്റെ ഈ പറഞ്ഞ ക്രിമേഷൻ ഒന്നും ഇട്ടിട്ടില്ല. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം അവിടെ വരുന്ന സിനിമക്കാരെ എടുക്കുക, അവരുടെ എന്താണ് അവിടെ വെച്ച് പോലും പല ആംഗിൾ ഷോട്ട് എടുക്കുക, അതിൽ ഈ പറയുന്ന കീമാപ്പണി എന്ന് പറയില്ലേ, അമ്മാതിരിയുള്ള സാധനം എടുത്തിടുക. അതുമാത്രം ലക്ഷ്യമുള്ള, അല്ലാതെ നേരത്തെ മല്ലേജി പറയുന്ന പോലെ അവിടെ സലീം കുമാറിനെ കാണാൻ വന്നവരല്ല ഈ യൂട്യൂബർമാർ, അദ്ദേഹത്തിന്റെ ക്രിമേഷൻ എടുക്കാൻ വന്നവരല്ല ആ യൂട്യൂബർമാർ. അല്ല, ഞാനതാ പറഞ്ഞത്, അങ്ങനെയുള്ള യൂട്യൂബർമാരെ തടഞ്ഞേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാകണമെന്ന് തന്നെ ഉണ്ടായിരിക്കും. അല്ലാതെ അത് അവർ സ്വയം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാലൊന്നും അത് ഇല്ലാതാവത്തില്ല. നാളെ ഇങ്ങനെ ഉണ്ടായാലും ഇതുപോലെ ഇവരെല്ലാം ഇടിച്ചു കയറും. കാരണം അവരുടെ ലക്ഷ്യം പണം മാത്രമാണ്. അവർക്ക് ഞാൻ മരിച്ചു കിടക്കുന്നവരോടൊന്നും അവർക്കൊരു ആദരവുമില്ല. അവരുടെ തീർത്തും നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ഒരു ശവന്തീനിയുടെ മനോഭാവത്തോടെയാണ് അവർ ഇത്തരം രംഗങ്ങൾ പകർന്ന് നമുക്കറിയാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ലാംഗ്വേജ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ക്യാപ്ഷനുകൾ എല്ലാം നോക്കിയാൽ അറിയാം. അത് തീർച്ചയായിട്ടും അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവർ ജനവിഭാഗം കൂടെ ഉണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ വിറ്റുപോകുന്നത്. പക്ഷേ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഇതുപോലെ മരണവീടുകൾ, അല്ലെങ്കിൽ പിന്നെ കുടുംബാംഗങ്ങൾ അവസാനം പറയേണ്ടി വരും, ദയവേത് നിങ്ങൾ ആരും ഈ വീട്ടിലേക്ക് കയറരുത്, ഞങ്ങളുടെ ബന്ധുക്കൾ മാത്രം മതി. അതൊന്നും ഒട്ടും പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് ഇത്രയും കാലം നമ്മളെ ചിരിപ്പിച്ച് അതൊരു ലാഫിംഗ് വില്ല എന്ന് അതിന് പേര് കൊടുത്തതിൻ്റെ പേരിൽ അവിടെ പോയി എന്തും കാണിക്കാം, പൊട്ടിച്ചിരിക്കാം, ആഹ്ലാദിക്കാം, ആഘോഷിക്കാം എന്ന് ചിന്തിച്ചത് തെറ്റായിപ്പോയി. ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു ലാഫിംഗ് വില്ല, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അത് ലാഫിംഗ് വില്ല അല്ല. അതുകൊണ്ട് ഈ ആത്മസംയമനം നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ ആത്മസംയമനം യൂട്യൂബർമാർക്കുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം അവരുടെ ലക്ഷ്യം വേറെയാണ്. അത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ. അതെങ്ങനെ നിയന്ത്രിക്കണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഭരണാധികാരികൾ ചിന്തിക്കട്ടെ. അതിനുള്ള വഴികൾ അവർ ചിന്തിച്ചില്ലെങ്കിൽ നാട്ടുകാർ അവരുടെ മേൽ കൈവയ്ക്കുന്ന അവസ്ഥ അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.